ഞാനും പൊഞ്ചിയും കൂടെ ജ്വല്ലറി ഷോപ്പിങ്ങിന് പോയാലും അമ്മയില്ലാതെ പോകുമ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആണ്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാനും അമ്മയും കൂടി ഇമിറ്റേഷൻ ജ്വല്ലറി വാങ്ങിക്കാനും അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഭരണങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് മാനാഞ്ചിറയിലോട്ട്. വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അവിൽ മിൽക്ക് ഞാൻ എടുത്ത് കുടിച്ചു. അമ്മയ്ക്കും ഞാൻ ആ ഒരു ഒബ്സഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം കോയിങ്കോ ബസാറിൽ ഈ ലേസ് ഒക്കെ കിട്ടുന്ന ഈ സ്റ്റോൺസ് ഒക്കെ കിട്ടുന്ന ഒരു കടയിൽ പോയി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൂക്കളോ അല്ലെങ്കിൽ സ്റ്റോൺസോ മേടിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം പോയത്. പിന്നെയാണെങ്കിൽ വേറൊരു കടയിൽ കയറി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഡ്രസ്സ് നോക്കിയതാണ്, മേടിച്ചൊന്നും ഇല്ല അവിടുന്ന്. അത് കഴിഞ്ഞാണ് മക്കളെ നമ്മൾ ജ്വല്ലറിയിലോട്ടൊന്ന് കയറിയത്. അവിടെ കയറിയതിന് ശേഷം പിന്നെ ഉള്ളതൊന്നും കണ്ടില്ല സാറേ എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. ആദ്യം തന്നെ എനിക്കുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചു. എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള ജ്വല്ലറിയൊക്കെ മാറ്റം വരുത്തി, കമ്മലാണെങ്കിലും എന്താണെങ്കിലും. ഈ മാല കണ്ടു, ഇത്രയും ഹെവി ആയിട്ടുള്ള മാല ഞാൻ ഒന്ന് ഇട്ട് നോക്കിയതാണ്. പക്ഷെ ഇട്ട് കഴിഞ്ഞ് നോക്കിയപ്പം ഞാൻ ഇടുന്ന ഡ്രസ്സിൻ്റെ കൂടെ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു സംഭവം ചേരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ അമ്മയ്ക്കായിട്ടുള്ള മാലകൾ ഓരോന്നോരോന്നായി നോക്കുമായിരുന്നു. അപ്പം അമ്മയാണെങ്കിൽ ഇട്ട് നോക്കുന്ന സമയത്ത് ലെങ്ത്ത് മതിയോ, ലെങ്ത്ത് കുറവാണോ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് അവസാനം കുറച്ച് ജ്വല്ലറി നമ്മൾ അവിടെ നിന്ന് എടുത്തു. കവറൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.